പെയിന്റിംഗ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇന്ന് നമുക്ക് വേറൊരു പെയിന്റിംഗ് ചെയ്തു നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓയിൽ പേസ്റ്റൽ കളേഴ്സ് ആണ് എടുത്തത്. ഇപ്രാവശ്യം നമ്മൾ വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഫുൾ പെയിന്റിങ്ങും ഡ്രോയിങ്സിലേക്ക് ഇറങ്ങിയതൊന്നും അല്ല കേട്ടോ. പിന്നെ വീട്ടിലാണ് നമ്മുടെ സപ്ലൈസും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ജേർണൽ സപ്ലൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എടുത്തു വെച്ചോളൂ. നമുക്ക് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റത്തെ 4 എണ്ണം ഞാനത് നമ്മുടെ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ബ്രഷ് പെൻ ഉള്ളവർക്കും യൂസ് ചെയ്യുമെന്ന് കാണിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ജെൽ പെൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ഡ്രോയിങ്സും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചെറിയ ലീഫും കുറച്ച് ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. വരയ്ക്കുന്ന ഡിസൈൻസ് ഒക്കെ കുറേയൊക്കെ പിൻട്രസ്റ്റ് ആണ് കേട്ടോ. കുറച്ചൊക്കെ മാത്രമേ ഞാൻ എൻ്റെ ഐഡിയ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്യാം. വലിയ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡിസൈൻസിലേക്ക് ഒന്നും പോയിട്ടില്ല. എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഡിസൈൻസ് തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് വരുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വരച്ചേ ഉള്ളൂ, പക്ഷെ അതിന്റെ ലുക്ക് കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. ഇതുപോലത്തെ DIY ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ബൈ.